ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവര് ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസ് ദി ഫ്രാഗ്രന്റ് ഫ്ലവർ ബ്ലൂംസ് വിത്ത് ഡിഗ്നിറ്റിയുടെ 9ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നല്ല മഴയുള്ള ഒരു ദിവസമാണ്. അപ്പൊ റിൻഡാരോ വരുന്ന കണ്ട് എല്ലാരും ഇങ്ങനെ പേടിച്ചു നിൽക്കുവാണ്. ഉസാമി ക്ലാസ്സിൽ ഇരുന്നിട്ട് ഇത്രയും വൃത്തികെട്ട ഒരു രാവിലെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, എന്റെ മുടിയും പോയി, എന്റെ സോക്സ് ഒക്കെ നനഞ്ഞ് നാശായി എന്നിങ്ങനെ പറഞ്ഞോണ്ട് കാല് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉസാമി. അപ്പൊ അയോട്ട അവിടെ ഇരുന്നിട്ട് ഈ മഴക്കാലം പെട്ടെന്നൊന്നും തീർന്നാ മതിയായിരുന്നു. അപ്പൊ നട്സുവ ഇതിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നിങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റിൻഡാരോ ഇനി ക്ലാസ്സിൽ ഇല്ലാത്ത കാര്യം അവര് മനസ്സിലാക്കുന്നത്. റിൻഡാരോ എവിടെ? അവൻ ഇന്ന് ലേറ്റ് ആയോ? പെട്ടെന്ന് റിൻഡാരോ ക്ലാസ് റൂമിൽ എത്തുവാണ്. അവൻ എന്തോ ഡാർക്ക് അടിച്ച പോലെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അയോട്ട അവനെ കണ്ടിട്ട് റിൻഡാരോ ഗുഡ് മോർണിംഗ്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, നീ ഓക്കെ അല്ലേന്ന് ചോദിക്കുവാണ്. അപ്പൊ ഉസാമി ഇന്നത്തെ ദിവസം മൊത്തം പോയടാ. അപ്പൊ റിൻഡാരോ മുഖമൊക്കെ ദേഷ്യത്തിൽ വെച്ച് എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് അവരവിടെ ഇരുന്ന് പറയാണ്, ഇന്ന് നിന്റെ കണ്ണ് കാണാൻ എന്താടാ ഇത്ര പേടിപ്പിക്കുന്നേ? അപ്പൊ റിൻഡാരോ കലിപ്പില് അങ്ങനെയാണോ? അപ്പൊ നട്സുവ റിൻഡാരോന്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ എന്തിനാ ഫുൾ യൂണിഫോം ഇട്ടിരിക്കുന്നേ? നമ്മുടെ യൂണിഫോം സമ്മർ യൂണിഫോം ആയിട്ട് ചേഞ്ച് ചെയ്യാൻ സമയമായല്ലോ. അപ്പോഴാണ് റിൻഡാരോയ്ക്ക് ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് യൂണിഫോം പോലും മാറ്റാണ്ട് വന്നത് ഓർക്കുന്നേ. അപ്പൊ ആയോട്ടെ, നമുക്ക് മാത്രല്ലല്ലോ സമ്മർ യൂണിഫോം ഉള്ളത്, കിക്യു ഗേൾസിനും ഉണ്ടാവില്ലേ? അവർക്ക് എന്തായിരിക്കും യൂണിഫോം എന്തെങ്കിലും പറയുമ്പോഴത്തേനും റിൻഡാരോ അവന്റെ ബാഗിലുള്ള ബുക്കൊക്കെ താഴെ എടുത്തിടുവാണ്. അപ്പൊ ആ 3 പേരും ഇവനിപ്പോ എന്താ സംഭവിച്ചേ? എന്നിട്ട് റിൻഡാരോ താഴെ കിടക്കുന്ന ബുക്കുകളൊക്കെ എടുത്ത് ബാഗിൽ വെക്കുവാണ്. ആ സമയം ആ 3 പേര് പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റിൻഡാരോയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് അവനോട് എന്താ പറ്റിയെന്ന് ചോദിച്ചാലോ? അപ്പൊ നട്സുവ അവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇനി അഥവാ അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ നമ്മളോട് പറഞ്ഞോളും. അപ്പൊ ഉസാമി അത് ശരിയാണ്, അതൊക്കെ പോട്ടെ, ഈ ശനിയാഴ്ച എന്താ പ്ലാന്? ആ സമയം വഗൂരി റിൻഡാരോയ്ക്ക് കൊടുത്ത ബുക്ക് റിൻഡാരോ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് വഗൂരിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. കാരണം അവൻ വഗൂരിന്റെ ഒപ്പം അക്വറിയത്തിൽ പോയി ടൈം സ്പെൻഡ് ചെയ്തത് അവൻ ഇന്നും ആ ഫീലിങ്സ് വെളിയിൽ വന്നിട്ടുണ്ടാവില്ല. എന്നിട്ട് റിൻഡാരോ എഴുന്നേച്ചിട്ട് കിക്കിയോ സ്കൂളിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അവൾ എന്തായിരിക്കും ചെയ്യണ്ടാവുക? അവൾ പഠിക്കായിരിക്കോ അതോ അവളുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം അവൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണ്ടാവോ എന്നിങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വഗൂരി അവനെ നോക്കുന്ന പോലെ അവന് തോന്നും. അപ്പൊ റിൻഡാരോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, അവന് ഫുള്ള് വഗൂരിന്റെ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്കറിയാം അവൾ ഈ തൊട്ടടുത്തുള്ള സ്കൂളില് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം, പക്ഷെ എനിക്ക് അവളോടുള്ള ഫീലിങ്സ് എന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഉസാമി റിൻഡാരോ റിൻഡാരോ എന്ന് വിളിച്ചോണ്ട് വരുവാണ്. അപ്പൊ ഉസാമി എന്താ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിഡ് ടേം എക്സാമും സ്പോർട്സ് ഡേ ഒക്കെ തീർന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിക്കായിരുന്നു, അടുത്ത് എന്താ ചെയ്യാ, എവിടേക്കേലും പോയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് നിന്റെ വീട്ടിലോട്ട് വന്നാലോ എന്ന് തോന്നിയത്. അപ്പൊ നട്സുവ നീ ശനിയാഴ്ച ഫ്രീ ആണോ? അപ്പൊ റിൻഡാരോ എന്റെ വീട്ടിലോട്ടോ? അപ്പൊ ഉസാമി ഞങ്ങള് ചോദിച്ചെന്നേ ഉള്ളൂ, നിനക്ക് ഓക്കെ ആണെങ്കിൽ മതി. അപ്പൊ റിൻഡാരോ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ്, ഞാൻ എന്റെ വീട്ടിനെ കുറിച്ച് ഇവരുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ശരിക്കും ഇവരെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. കാരണം റിൻഡാരോന്റെ ചെറുപ്പത്തില് റിൻഡാരോന്റെ ഫാമിലി കേക്ക് ബേക്കറി വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാവരും അവനെ ഒരുമാതിരി വെറുക്കുമായിരുന്നു ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവൻ അവരോട് പറയാതിരുന്നത്. ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉസാമി എഴുന്നേറ്റ് വന്നിട്ട്, അതൊന്നും കുഴപ്പമില്ലടാ, സോറി, നമുക്കെല്ലാവർക്കും കൂടെ എന്റെ വീട്ടിലോട്ട് പോവാം എന്ന് ഉസാമി പറയുമ്പോഴത്തേനും റിൻഡാരോ ഇല്ല, എന്റെ വീട് തന്നെ മതി, നിനക്ക് ഉറപ്പാണോന്ന് ഉസാമി ചോദിക്കുവാണ്. അപ്പൊ റിൻഡാരോ ഈ ശനിയാഴ്ച അല്ലേ, ഞാൻ എന്റെ വീട്ടിൽ ചോദിച്ചിട്ട് പറയാം. അപ്പൊ അവർക്കൊക്കെ സന്തോഷാവുകയാണ് റിൻഡാരോ പറയുന്നത് കേട്ടിട്ട്. അങ്ങനെ അടുത്ത ശനിയാഴ്ച എത്തുവാണ്. റിൻഡാരോ അവന്റെ ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടിയിട്ട് അവന്റെ വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ അവര് കണ്ടപാട് 3 പേര് ഷോക്ക് ആവുകയാണ്. എടാ, നിന്റെ വീട്ടില് കേക്ക് ബേക്കറി ഉണ്ടായിരുന്നോ? അപ്പൊ റിൻഡാരോയ്ക്ക് ഇവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പൊ അവൻ അതേന്ന് പറയുവാണ്. എന്നിട്ട് നോക്കുമ്പോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടാവുകയാണ്. എടാ, നീ ഇത് നേരത്തെ പറയാത്ത എന്താ, ഇത് വളരെ സൂപ്പർ ആയിരിക്കുന്നു, വീട്ടില് കേക്ക് ഷോപ്പ് ഉള്ളത്. എന്നിട്ട് അവർ ആ കേക്കുകൾ മൊത്തം നോക്കിയിട്ട് ഇത് നന്നായിരിക്കുന്നു, അത് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ പോകുമ്പോ ഇതിന്ന് കുറെ ഞാൻ വാങ്ങിച്ചിട്ട് പോവും. അത് കേൾക്കുമ്പോഴത്തേന് റിൻഡാരോയ്ക്ക് പഴയ ഓർമ്മ വരുവാണ്. കേക്ക് ഷോപ്പോ? നിനക്കത് ഒട്ടും സ്യൂട്ട് ആവുന്നില്ല റിൻഡാരോ എന്ന് പറഞ്ഞ
ആൾക്കാർ അവനെ വെറുത്തത് ഓർമ്മിക്കുവാണ്. എന്നിട്ട് റിൻഡാരോ ഇതെന്നെ അതിശയിപ്പിക്കുന്നുണ്ട്. ഇവര് ഇത്രയും നല്ല ആൾക്കാരാണെന്ന് ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല. ഞാൻ ശരിക്കും എന്തിനാണ് പേടിച്ചിരുന്നത് എന്നിങ്ങനെ റിൻഡാരോ കരുതുമ്പത്തേനും അവിടെ റിൻഡാരോന്റെ അമ്മ വരുവാണ്. നിങ്ങള് റിൻഡാരോന്റെ ഫ്രണ്ട്സ് അല്ലേ, എല്ലാരും വാന്ന് പറയുവാണ്. അപ്പൊ ഉസാമി, നിങ്ങള് റിൻഡാരോന്റെ അമ്മയാണോ? എന്റെ പേര് ഉസാമി. അപ്പൊ നട്സുവന്റെ പേര് പറയും. എന്നിട്ട് അയോട്ടന്റെ പേരും പറയുവാണ്. അപ്പൊ റിൻഡാരോന്റെ അമ്മ നിങ്ങളൊക്കെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്നിട്ട് ഉസാമി നിങ്ങളുടെ ഹെയർ കളർ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ റിൻഡാരോന്റെ അമ്മ ഒരുപാട് നന്ദിയുണ്ട്, ഇതെനിക്ക് ചേരുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ റിൻഡാരോ ഇത് കണ്ടിട്ട് ഇവര് തുടങ്ങി എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിക്കുവാണ്. എന്നിട്ട് നട്സുവ ഒരു കവർ എടുത്തിട്ട് നിങ്ങളെ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചതിന് ഞങ്ങൾ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ്. അപ്പൊ റിൻഡാരോന്റെ അമ്മ നന്ദിയുണ്ട്, പക്ഷെ നിങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എന്ന് പറയുവാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ നിറയെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക്, എന്നിട്ട് അതെല്ലാം കഴിച്ചിട്ട് വേണം പോവാൻ. അപ്പൊ അവിടെ വന്ന് 3 പേരും ഒരുപാട് താങ്ക്സ് എന്ന് പറയുവാണ്. അപ്പൊ റിൻഡാരോ അമ്മേനെ നോക്കിയിട്ട് എന്തായാലും അമ്മ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് അമ്മ റിൻഡാരോനെ വിളിച്ചിട്ട് എടാ നീ ഇവർക്കൊക്കെ വീടൊക്കെ ഒന്ന് ചുറ്റി കാണിക്ക്. അങ്ങനെ റിൻഡാരോ ആ കേക്ക് ഷോപ്പിന്റെ മേലെയുള്ള വീട്ടിലോട്ട് കൂട്ടിയിട്ട് പോവാൻ നിൽക്കുവാണ്. എന്നിട്ട് റിൻഡാരോന്റെ അമ്മ കേക്ക് ഷോപ്പിൽ ജോലിക്ക് നിൽക്കില്ലേ, അവരുടെ അടുത്ത് വന്നിട്ട് പറയുവാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറെ സമയം ഇവിടെ വന്ന് നിൽക്കില്ല. അപ്പൊ അതില് ജോലിക്ക് നിൽക്കുന്ന ഒരാള് നിങ്ങളെ ഇന്ന് കാണുമ്പോ നിങ്ങൾ ഇന്ന് നല്ല മൂഡിലാണെന്നാണല്ലോ തോന്നുന്നേ, എന്തെങ്കിലും സംഭവിച്ചോന്ന് ചോദിക്കുവാണ്. അപ്പൊ റിൻഡാരോന്റെ അമ്മ റിൻഡാരോ കുറച്ച് ഫ്രണ്ട്സിനെ അവൻ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. എന്ത്, റിൻഡാരോന്റെ ഫ്രണ്ട്സോ? അത് വളരെ അപൂർവമാണല്ലോ. അപ്പൊ റിൻഡാരോന്റെ അമ്മ ഇല്ല, ഇതാണ് ആദ്യമായിട്ട് അവൻ അവന്റെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് വരുന്നത്. പെട്ടെന്ന് അവിടെ ഒരാൾ കടയിലേക്ക് വരുവാണ്. അപ്പൊ റിൻഡാരോന്റെ അമ്മ വരുന്നു എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേനും അമ്മ അവിടെ ഷോക്കായി നിൽക്കുവാണ്. അങ്ങനെ റിൻഡാരോയുടെ ഫ്രണ്ട്സിനെ വീട്ടിലോട്ട് കൂട്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ വീടൊക്കെ കണ്ട് ആകാംക്ഷയോടെ നിൽക്കുവാണ് എല്ലാവരും. എന്നിട്ട് ഉസാമി റിൻഡാരോന്റെ ചെറുപ്പത്തിലത്തെ ഫോട്ടോ കണ്ടുപിടിക്കുവാണ്. അപ്പൊ നട്സുവ എവിടെ നോക്കട്ടെ. എന്നിട്ട് ഉസാമി ഇതില് റിൻഡാരോ മാത്രമല്ല, റിൻഡാരോന്റെ വലിയ ചേട്ടനും ഉണ്ട്. അപ്പൊ റിൻഡാരോയ്ക്ക് അവന്റെ ചെറുപ്പത്തിലത്തെ ഫോട്ടോ ഒക്കെ കാണുമ്പോഴത്തേനും ഒരുമാതിരി ചമ്മി ഫീലിംഗ് ആവുകയാണ്. ആ സമയം റിൻഡാരോന്റെ അമ്മ വന്ന് റിൻഡാരോനെ വിളിക്കുകയാണ്. എടാ 1 മിനിറ്റ് ഇങ്ങോട്ട് വാടാ. എന്നിട്ട് റിൻഡാരോ വന്ന് നോക്കുമ്പോഴത്തേനും വഗൂരി സബാരു അവിടെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് വഗൂരിനെ കണ്ട് ഷോക്ക് ആവുകയാണ് റിൻഡാരോ. എന്ത് വഗൂരിയോ? എന്നിട്ട് വഗൂരി ശല്യപ്പെടുത്തിയതിന് ക്ഷമിക്കണം. എന്നിട്ട് റിൻഡാരോ നിങ്ങളെന്താ ഇവിടെ? അപ്പൊ റിൻഡാരോന്റെ അമ്മ അവര് കുറച്ച് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ സബാരു അവിടെ ഉണ്ടാവും കിളി പോയതുപോലെ നിൽക്കുവാണ്. എന്നോട് ക്ഷമിക്കണം ശല്യപ്പെടുത്തിയതിന് എന്ന് സബാരുവും പറയുവാണ്. അപ്പൊ അവിടെ വന്നിരിക്കുന്ന റിൻഡാരോന്റെ ഫ്രണ്ട്സും വന്നിട്ട് എന്ത് വഗൂരി സബാരുവോ? അപ്പൊ റിൻഡാരോന്റെ അമ്മ നിങ്ങളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾ രണ്ടുപേരും എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. അപ്പൊ വഗൂരി അയ്യോ അതൊന്നും വേണ്ട, ഞങ്ങളിപ്പോ പെട്ടെന്ന് കയറി വന്നതല്ലേ, നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് ഉസാമി അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യ്. പെട്ടെന്ന് നട്സ് ഉസാമിന്റെ അടുത്ത് ഇത് നിന്റെ വീടല്ല, നീ മറക്കണ്ട എന്ന് പറയാണ്. അപ്പൊ ഉസാമി ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഇത് കേട്ടിട്ട് റിൻഡാരോന്റെ അമ്മ ചിരിച്ചിട്ട് ഇത് നിങ്ങളുടെ വീട് തന്നെയാണ്. എന്നിട്ട് റിൻഡാരോന്റെ അമ്മ സബാരുവിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. നീ വഗൂരിന്റെ ഫ്രണ്ട് അല്ലേ, കിക്യോയിൽ പഠിക്കുന്നതാണോ? അപ്പൊ സബാരുവിന്റെ പേര് പറയാണ്. എന്നിട്ട് റിൻഡാരോന്റെ അമ്മ സബാരുവിന്റെ അടുത്ത് താങ്ക്സ് പറയാണ്, റിൻഡാരോന്റെ ഫ്രണ്ട് ആയതുകൊണ്ട്. അങ്ങനെ റിൻഡാരോയും വഗൂരിയും കൂടെ തമ്മിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. പെട്ടെന്ന് റിൻഡാരോയ്ക്ക് നാണം വന്നിട്ട് പുറകോട്ട് പോവാണ്. അപ്പൊ വഗൂരി എന്തു പറ്റി? അതൊക്കെ കണ്ടോണ്ട് റിൻഡാരോന്റെ അമ്മ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് റിൻഡാരോന്റെ അമ്മ ചിരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയി ഫുഡ് ഉണ്ടാക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റിൻഡാരോന്റെ അമ്മ ഇവിടുന്ന് പോവാണ്. എന്നിട്ട് കിച്ചണിൽ പോയിട്ട് റിൻഡാരോന്റെ അമ്മേന്റെ അടുത്ത് എന്തെങ്കിലും സഹായം വേണോന്ന് ചോദിക്കുവാണ് ഉസാമി അയോട്ടയും. ആ സമയം വഗൂരി സബാരുവിനെ വിളിച്ചിട്ട് സബാരു ഈ ഡ്രസ്സ് എനിക്ക് ഓക്കെ ആണോ? ഞാൻ വേറെ ഡ്രസ്സ് ഇടാന്നാ കരുതിയത്, ഇത് ഓക്കെ അല്ലേ? എന്നെ കാണാൻ ഭംഗിയുണ്ടോ? എന്നിട്ട് സബാരു പോയിട്ട് അവളുടെ തലയിൽ പിടിച്ചിട്ട് നിന്നെ കാണാൻ എപ്പോഴും ഭംഗിയുള്ളതല്ലേ എന്നിങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കുന്നത് റിൻഡാരോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് റിൻഡാരോ മനസ്സില് വഗൂരി എന്റെ വീട്ടിലുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ വിചാരിച്ചിട്ട് അടുത്ത് നിൽക്കുന്ന നട്സുവനെ പിടിച്ചിട്ട് ഒരു കുത്തുവാണ്. എന്നിട്ട് നട്സുവ എന്താടാ? അങ്ങനെ അവിടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ വെച്ച് ഊണ് കഴിക്കാൻ ഇരിക്കുവാണ്. എല്ലാവരും റിൻഡാരോന്റെ അമ്മേന്റെ ഫുഡ് കഴിച്ചിട്ട് അമ്മയുടെ ടേസ്റ്റിന് ഫ്ലാറ്റ് ആവുകയാണ് എല്ലാവരും. എന്നിട്ട് റിൻഡാരോന്റെ അമ്മ നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം കേട്ടോ. അപ്പൊ റിൻഡാരോ ഇങ്ങനെ മനസ്സിൽ അമ്മ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്നിട്ട് റിൻഡാരോന്റെ അമ്മ റിൻഡാരോനെ വിളിച്ചിട്ട് റിൻഡാരോ ഞാൻ താഴെ ഷോപ്പിലേക്ക് പോവാണ്, നീ ഇവിടെ ഒന്ന് നോക്കിക്കോട്ടോ എന്ന് പറഞ്ഞിട്ട് റിൻഡാരോന്റെ അമ്മ പോവാണ് അവിടുന്ന്. വഗൂരി സബാരു നിങ്ങളും നാണിച്ചൊന്നും നിക്കണ്ട, നിറയെ എടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് റിൻഡാരോന്റെ അമ്മ അവിടുന്ന് പോകുന്നേ. അങ്ങനെ റിൻഡാരോ എല്ലാവരെയും നോക്കുകയാണ്. അവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോ റിൻഡാരോയ്ക്ക് ഒരുപാട് സന്തോഷമാവുക.
പോവാണ്. എന്നിട്ട് മനസ്സിൽ ഇതിനെല്ലാം കാരണം അമ്മയാണ്, അമ്മേന്റെ അടുത്ത് എന്തായാലും താങ്ക്സ് പറയണം. എന്നിട്ട് ഉസാമി വായിൽ ഭക്ഷണം വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ നട്സുവ എടാ അതൊന്ന് വായെന്ന് ഇറക്കിയിട്ടൊന്ന് സംസാരിക്കടാ. എന്നിട്ട് ഉസാമി ആ ശരിയെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം ഇറക്കിയിട്ട് റിൻഡാരോ എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാണ്ട്, നീ എപ്പോഴാ മുടിയിൽ കളറടിച്ച് കാത് കുത്തിയത്? ഞാൻ നിന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ കണ്ടപ്പോ നിന്റെ മുടിയിൽ കളറൊന്നും അടിച്ചായിട്ട് ഞാൻ കണ്ടില്ല. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് വളരെ ആകാംക്ഷയായി, നീ എപ്പോഴാണ് മുടിക്ക് കളറടിച്ച് കാത് കുത്തിയതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ റിൻഡാരോ അതെന്റെ 7ാം ക്ലാസ് തൊട്ടിട്ടാണ്. അപ്പൊ ഉസാമി അത് കേട്ട് നെട്ടുവാണ്, എന്ത് 7ാം ക്ലാസ്സോ? അപ്പൊ റിൻഡാരോ ആ അതെ, പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല, അതൊക്കെ എന്തിനാ നീ ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പൊ ഉസാമി അങ്ങനെയൊന്നും പറഞ്ഞാൻ പറ്റില്ല, നീ പറ ഞങ്ങളോട്. അപ്പൊ അവിടെ ബാക്കിയുള്ളവരും ഇരുന്നിട്ട് എനിക്കും അറിയണമെന്നുണ്ട്, എന്താ അതിന് കാരണം? അപ്പൊ അവിടെ വഗൂരിയും കൈപൊന്തിക്കുകയാണ്, എനിക്കും അറിയണം. അപ്പൊ ഉസാമി നോക്ക് വഗൂരിക്ക് വരെ അറിയണമെന്നുണ്ട്. അപ്പൊ റിൻഡാരോ കഥ പറയാൻ തുടങ്ങുവാണ്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ മുടിയിൽ കളറടിച്ച് കാതും കുത്തിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുന്ന കരുതിയത്. അപ്പൊ ആയോട്ടെ അത് കൊള്ളാലോ, നല്ല റീസൺ ആണല്ലോ, പക്ഷെ ശരിക്കും ഈ റീസൺ ആണോടാ നിനക്ക് തോന്നിയത്? റിൻഡാരോ പറയുവാണ്, അതല്ലേടാ ഞാൻ പറഞ്ഞ ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന്. പക്ഷെ സത്യത്തില് ഇതെനിക്കൊരു വലിയ കാര്യമായിരുന്നു. കാരണം അവന് ചെറുപ്പത്തില് ഫ്രണ്ട്സ് ഇല്ലല്ലോ, ആരും അവനെ ഫ്രണ്ട്സ് ആയിട്ട് കൂട്ടാറില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയെങ്കിലും ചെയ്ത ഫ്രണ്ട്സ് ആവുമെന്ന് കരുതിയിട്ടാണ് അവൻ മുടിയിൽ കളറും അടിച്ച് കാതും കുത്തിയിട്ടുണ്ടാവുക. അങ്ങനെ അവൻ എല്ലാവരുടെ പറയാണ്, എന്റെ ഫാമിലിയിലുള്ളവർക്ക് എന്നെ എങ്ങനെയോ സന്തോഷിപ്പിക്കണമെന്ന് തോന്നി. അങ്ങനെ അവരെന്നെ ഒരു കേക്ക് ഷോപ്പിലേക്ക് കൊണ്ടുപോയി. ആ കേക്ക് ഷോപ്പിന്റെ ഓണർ ഒരു ഫോറിനർ ആയിരുന്നു. ഞാൻ എല്ലാ ദിവസവും എന്റെ വീട്ടിൽ കേക്ക് കാണുന്നതുകൊണ്ട് എനിക്ക് കേക്കിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ആ കേക്ക് ഷോപ്പിന്റെ സെറ്റപ്പ് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ട് ഞാൻ ആ കേക്ക് കഴിച്ചപ്പോ എനിക്ക് ആ കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഞാൻ ആ കിച്ചണിലേക്ക് നോക്കിയപ്പോ ഒരു മനുഷ്യൻ മുടിയിൽ കളർ അടിച്ച് കാതും കുത്തിയിട്ട് അവിടെ നിന്ന് കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പൊ എനിക്ക് തോന്നി അയാളെ പോലെ എനിക്കും സന്തോഷമായിട്ട് ഒരു ദിവസം ഇരിക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെയാണ് ഞാനും അയാളെ പോലെ മുടിക്ക് കളറും അടിച്ച് കാതും കുത്തിയത്. പക്ഷെ എനിക്ക് ഈ കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലുള്ളവരുടെ പെർമിഷൻ വേണമായിരുന്നു. അങ്ങനെ ഞാൻ അവരോട് എന്റെ ആവശ്യം പറഞ്ഞു. പക്ഷെ എന്റെ അമ്മ അത് കേട്ട ഉടനെ എനിക്ക് പെർമിഷൻ തന്നു. പക്ഷെ എന്റെ കൂടെ ഉള്ളവരെല്ലാവരും എന്റെ ഒപ്പീനിയൻ വകവെക്കാണ്ട് പോകാറാണ് പതിവ്. പക്ഷെ എന്റെ അമ്മ സമ്മതിച്ചപ്പോ ആ ചെറിയൊരു കാര്യം എന്നെ വളരെ ഹാപ്പി ആക്കി. പക്ഷെ ഞാൻ ഹെയർ കളർ ചെയ്ത് കാതും കുത്തിയപ്പോഴത്തേനും എല്ലാരും എന്റെ അടുത്തുനിന്ന് പിന്നെയും ഒതുങ്ങി പോകലാണ് പതിവായത്. പിന്നെ ഞാൻ മിഡിൽ സ്കൂളിൽ പോയപ്പോഴത്തേനും ആരും എന്നെ നോക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. എന്നിങ്ങനെ അവന്റെ വിഷമമായിട്ടുള്ള ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും റിൻഡാരോ എന്നോട് ക്ഷമിക്കേ, ഞാൻ നിങ്ങളുടെ നല്ല മൂഡ് കളഞ്ഞില്ലല്ലോ അല്ലെ? അപ്പൊ ഉസാമി നീ ശരിക്കും എപ്പോഴാണ് നിന്റെ മുടി കളർ ചെയ്യാൻ തുടങ്ങിയത്? എലിമെന്ററി സ്കൂളിൽ വെച്ചോ? അതേന്ന് പറയുവാണ്. അപ്പൊ ഉസാമി എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് നിന്നെ കണ്ടവരൊക്കെ കണ്ണുപൊട്ടന്മാരായിരിക്കും. ഞാനൊക്കെ ആ കാലത്ത് നിന്നെ കണ്ടു കഴിഞ്ഞാ എന്തായാലും ഞാൻ നിന്നെ ഫ്രണ്ട് ആക്കിയേനെ. നീ വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് മാൻ എന്നിങ്ങനെ ഉസാമി പറയാണ്. അപ്പൊ എല്ലാവർക്കും അതേ ഫീലിംഗ് ആയിരിക്കും. എന്നിട്ട് ഉസാമി ഞാൻ 2ാം പ്രാവശ്യം കഴിക്കാൻ പോവാ, ആർക്കെങ്കിലും വേണോ? അപ്പൊ വഗൂരി എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് റിൻഡാരോന്റെ അടുത്ത് വന്ന് നിന്നിട്ട്, റിൻഡാരോ എനിക്കും ഉസാമി പറഞ്ഞത് തന്നെയാ തോന്നിയത്. എനിക്കും നിന്നെ പോലെയുള്ള ഒരാളെ ഫ്രണ്ടായിട്ട് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. റിൻഡാരോ നീയും 2ാമത് കഴിക്കാൻ പോകുന്നുണ്ടോ? അപ്പൊ റിൻഡാരോ അതേന്ന് പറയാണ്. റിൻഡാരോയ്ക്ക് വിഷമവും സന്തോഷവും ഒക്കെ കൊണ്ട് നിറങ്ങിയിരിക്കുവാണ്. എന്നിട്ട് വഗൂരി റിൻഡാരോ നിനക്ക് എത്ര വേണം? അപ്പൊ റിൻഡാരോ കുഴപ്പമില്ല ഞാൻ എടുത്തോളാം. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ റിൻഡാരോ പറഞ്ഞതൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരിക്കും. റിൻഡാരോന്റെ അമ്മ വളരെ സങ്കടപ്പെട്ടിട്ടായിരിക്കും ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവുക. അങ്ങനെ റിൻഡാരോന്റെ അമ്മ പഴയ കാര്യങ്ങൾ ഓർക്കുവാണ്. റിൻഡാരോന്റെ അമ്മ റിൻഡാരോനെ പോലെ കാതു കുത്തിയതും മുടിക്ക് കളർ അടിച്ചതൊക്കെ. അപ്പൊ റിൻഡാരോന്റെ അച്ഛൻ റിൻഡാരോന്റെ അമ്മേന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുവാണ്, നീ എന്താണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ മുടിക്ക് കളർ അടിക്കണം, റിൻഡാരോനെ പോലെ കാതു കുത്തണം എന്നൊക്കെ പറയാൻ കാരണം? അപ്പൊ റിൻഡാരോന്റെ അമ്മ പറയാണ്, എനിക്ക് അവൻ കുറച്ചു ദിവസത്തിന് മുമ്പ് അവൻ എന്നോട് വന്ന് കരഞ്ഞത് എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അവൻ വന്ന് എന്നോട് പറഞ്ഞത് എന്നെ കൊണ്ട് മടുത്തു, എനിക്കിനി ആരോടും ഫ്രണ്ട്സ് ആവണ്ട, എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇനി ആരും വേണ്ട, എല്ലാം എന്റെ തെറ്റാണ്, ഞാൻ എല്ലാം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു അമ്മ. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവന് ഇഷ്ടമുള്ള കാര്യം അവൻ എന്നോട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവന്റെ അടുത്ത് എതിരൊന്നും പറയാത്തത്. ഇനി ആരെങ്കിലും വന്ന് അവൻ മുടി കളർ ചെയ്തതിനും കാതു കുത്തിയതിനും എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ അവനെ പോലെ ഇരിക്കുന്നത് കൊണ്ട് അവൻ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരത്തില്ല. അപ്പൊ റിൻഡാരോന്റെ അച്ഛൻ പറയാണ്, നീ ചെയ്യുന്നതൊക്കെ റിൻഡാരോ മനസ്സിലാക്കുന്ന ഒരു സമയത്ത് നീ അവന് വേണ്ടി ചെയ്തതൊക്കെ അവന് മനസ്സിലാകും. അപ്പൊ റിൻഡാരോന്റെ അമ്മ അതൊന്നും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് അവന്റെ നല്ല മനസ്സ് കാണാൻ അവന് കൂട്ടുകാരുണ്ടാവും എന്നിങ്ങനെ പഴയ കാര്യങ്ങൾ വിചാരിച്ച് റിൻഡാരോന്റെ ഫ്രണ്ട്സിനെ നോക്കുവാണ് റിൻഡാരോന്റെ അമ്മ. എന്നിട്ട് നിങ്ങൾക്ക് ഫുഡൊക്കെ ഇഷ്ടായോ?
അപ്പൊ ആ ഇഷ്ടായി എന്ന് പറയാണ്. എന്നാ കുറച്ച് കേക്കും കൂടെ കഴിക്ക്. അപ്പൊ ഉസാമി എന്ത് കേക്കോ എന്ന് പറയുവാണ്. അപ്പൊ വകൂരി കേക്കോ, ഒരുപാട് നന്ദിയുണ്ട്. എന്നിട്ട് നോക്കുമ്പോ അതിനകത്ത് നിറയെ കേക്ക് ഉണ്ടാവും. എന്നിട്ട് റിൻഡാരോന്റെ അമ്മ ഉസാമിന്റെ കയ്യിൽ ഇത് കൊടുത്തിട്ട് ഇപ്പൊ ഇത് ഫ്രിഡ്ജിൽ കുറച്ചു നേരം വെക്ക്, എന്നിട്ട് നിങ്ങൾ സ്നാക്സ് കഴിക്കുന്ന നേരത്തില് ഇതെടുത്ത് കഴിക്കുന്നു പറയുവാണ്. അപ്പൊ ഉസാമി ആ ശരി, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് എടുത്തോണ്ട് പോവാണ്. എന്നിട്ട് അവന്റെ അമ്മ എല്ലാവരുടെ അടുത്തും പിന്നെയും ബായ് പറഞ്ഞിട്ട് കേക്ക് ഷോപ്പിലേക്ക് പോവാണ്. ആ സമയം റിൻഡാരോ പുറകിൽ വന്നിട്ട് അമ്മാന്ന് വിളിക്കുവാണ്. അപ്പൊ റിൻഡാരോന്റെ അമ്മ എന്താ, ഞാനിപ്പോ കേക്ക് ഷോപ്പിലേക്ക് പോവാണ്. അപ്പൊ റിൻഡാരോ അമ്മ ഒരുപാട് നന്ദിയുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ അവൻ പറയുന്ന കേൾക്കുമ്പത്തേനും സങ്കടവും സന്തോഷവും ഒരുമിച്ച് വരുവാണ്. ദൈവമേ സത്യമായിട്ടും എനിക്ക് വയസ്സാവുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് കേക്ക് ഷോപ്പിലേക്ക് പോവാണ്. അങ്ങനെ അവരവിടെ ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കുവാണ്. അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയില് റിൻഡാരോ വഗൂരിന്റെ അടുത്ത് സംസാരിക്കുമ്പത്തേനും വഗൂരി ചിരിക്കുന്ന കണ്ടിട്ട് റിൻഡാരോയ്ക്ക് ഒരുമാതിരി ഫീലിംഗ് ആവുകയാണ്. എന്നിട്ട് ഉസാമി റിൻഡാരോന്റെ അടുത്ത് ചോദിക്കുവാണ്, റിൻഡാരോ നീ കേക്ക് ഷോപ്പിൽ പോയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ആ എപ്പോഴെങ്കിലും. എന്താ ചോദിക്കാൻ കാരണം എന്ന് റിൻഡാരോ ചോദിക്കുവാണ്. ഇല്ല, നീ സമ്മർ വെക്കേഷനില് തിരക്കിലാവോന്ന് ആലോചിച്ച് ചോദിച്ചതാണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്തായാലും ബിസി ഒന്നും ആയിരിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് റിൻഡാരോ പറയുവാണ്. അപ്പൊ ഉസാമി അത് അടിപൊളിയായി, അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോയാലോ? എന്നിട്ട് ആയോട്ടാ റിൻഡാരോ നിനക്ക് എങ്ങോട്ടേലും പോണമെന്നുണ്ടോ? എനിക്ക് ബീച്ച്, ഫയർ വർക്ക്സ് ഒക്കെ ഇഷ്ടാണ്. അപ്പൊ ഉസാമി ഫയർ വർക്ക്സും ബീച്ചോ, അത് അടിപൊളിയായിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് ഉസാമി വഗൂരിനെയും സബാരുവിനെയും വിളിക്കുവാണ് അവരൊപ്പം കൂടെ വരാൻ വേണ്ടിയിട്ട്. അത് കേട്ടിട്ട് വഗൂരി ഞങ്ങൾക്ക് ഓക്കെയാണ്. സബാരു നിനക്കും ഓക്കെ അല്ലേ? അപ്പൊ സബാരു അവിടെ ഇരുന്നിട്ട് എനിക്ക് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സമ്മർ വെക്കേഷന്റെ മുമ്പേ നമുക്കൊക്കെ എക്സാം വരുന്നുണ്ടല്ലോ, അതിന് നന്നായിട്ട് പഠിക്കണ്ടേ. അങ്ങനെ സബാരു പറഞ്ഞ ഉടനെ അവിടെ ഇരിക്കുന്ന രണ്ടുപേരുടെ തലയിൽ ഇടിവെട്ടുവാണ്. എന്നിട്ട് ഉസാമി അവിടെ കിടന്ന് മണ്ടയിൽ കൈവച്ചിട്ട് അയ്യോ ഞാനിതൊക്കെ ഒന്ന് ഓർക്കാതിരിക്കായിരുന്നു, എല്ലാം തീർന്നു കിട്ടി. അപ്പൊ സബാരി അവിടെ ഇരുന്നിട്ട് എന്നോട് ക്ഷമിക്കെന്ന് പറയാണ്. അപ്പൊ ആയോട്ടെ അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് ഉസാമി അങ്ങനെ പയ്യെ നട്സുവേനെ നോക്കുവാണ് എക്സാമിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നട്സ് എന്നെ കൊണ്ടൊന്നും പയ്യെ നിന്നെ പഠിപ്പിക്കാൻ, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ എന്ന് അവനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വഗൂരി സബാരുവിന്റെ അടുത്ത് പോയിട്ട് എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഗ്രൂപ്പ് സ്റ്റഡി പോലെ ചെയ്താലോ? അത് കേൾക്കുമ്പോ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഞെട്ടുവാണ്. അങ്ങനെ സബാരുവിനെയും വഗൂരിനെയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ എപ്പിസോഡ് ഇടാൻ കുറച്ച് ലേറ്റ് ആയി, ക്ഷമയോടെ ഈ എപ്പിസോഡ് കാത്തിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.